CPI ദേശീയ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. 75 വയസ്സ് കഴിഞ്ഞ രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ പാർട്ടി നേതൃത്വത്തിൽ ധാരണയായി. പ്രായപരിധിയിൽ ഇളവ് രാജയ്ക്ക് മാത്രമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ നാരായണ. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രായപരിധി കഴിഞ്ഞ 4 അംഗങ്ങൾ ഒഴിയും. We have given exemption for Raja. Only 1% for exemption. Remaining no. All 75. So it was decided now. Settled. Unanimous. Unanimously, only 1% exempted. That is Raja. Okay. Remaining all, including me, got down. Yeah. From secretariat down to A2 also some 1 or 2. See, after 75, up to now, I am more active. Yeah. This is the time to retire. Yeah. And I can do so many months of the party, no problem. Thank you. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സമാപിക്കാൻ പോകുന്നത് ഒരേ സ്ഥലത്തിലായിരിക്കും. പൂർണ്ണമായും ഐക്യത്തോടെയായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും നിങ്ങൾ പറയാൻ നിൽക്കേണ്ടതില്ല. ഏത് കഥ പറഞ്ഞാലും ആ കഥയെല്ലാം പാളിപ്പോകും. പാർട്ടിക്കകത്ത് പൂർണ്ണ ഐക്യം ഉണ്ടാകും. പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യത്തിൻ്റെ പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. ആ പാർട്ടിക്ക് പാർട്ടികളെ ഏത് നല്ല കാര്യവും സന്തോഷമുണ്ടാക്കും. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഈ CPIയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയും, പ്രായപരിധി നിബന്ധന അത് കർശനമായി നടപ്പാക്കും എന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ ഡി രാജയ്ക്ക് ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 3-ാം ഊഴം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. കേരള ഘടകത്തിന്റെ ഉൾപ്പെടെ പദവി നോക്കാതെ പ്രായപരിധി നടപ്പാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ബാലു, ഉമ്മ, ഇന്നലെ വളരെ വിശദമായ ചർച്ചയായിരുന്നു CPIയുടെ പുതിയ ജനറൽ സെക്രട്ടറി സംബന്ധിച്ച് ചണ്ഡീഗഡിൽ നടന്നിരുന്നത്. ചണ്ഡീഗഡിൽ CPIയുടെ ദേശീയ നിർവാഹക സമിതി ഏതാണ്ട് 3 മണിക്കൂറോളം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഈ പ്രായപരിധി, അതായത് 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും നാഷണൽ സെക്രട്ടേറിയറ്റിൽ നിന്നും അതുപോലെ തന്നെ നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കാൻ എന്നൊരു തീരുമാനമുണ്ടായത്. പക്ഷേ ആ തീരുമാനം അങ്ങനെ എടുക്കുമ്പോഴും ജനറൽ സെക്രട്ടറിയായ ഡി രാജയ്ക്ക് അതിൽ ഇളവ് നൽകുവാനാണ് തീരുമാനം ആയത്. ഈ ചർച്ച വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. കാരണം കേരള ഘടകം, പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്നായ കേരള ഘടകം ഈ 75 വയസ്സ് എന്ന പ്രായപരിധി ശക്തമായി നടപ്പാക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു സമവായം എന്ന നിലയിൽ ഈ രാജയ്ക്ക് മാത്രം ഇളവ് അനുവദിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ദേശീയ സെക്രട്ടേറിയറ്റിലും ദേശീയ നിർവാഹക സമിതിയിലും ദേശീയ കൗൺസിലിലും മറ്റാർക്കും തന്നെ ഈ ഇളവ് അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനവും എത്തിയിട്ടുണ്ട്. ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 അംഗങ്ങളാണ് ഉയർന്ന പ്രായപരിധി, അതായത് 75 വയസ്സ് കഴിഞ്ഞ 4 പേരെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഡി നാരായണ, അതുപോലെ തന്നെ ഈ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതിൽ കെ നാരായണ, പല്ലബ് സെൻ ഗുപ്ത, ആസിഫ് പാഷ, നാഗേന്ദ്രനാഥ് ഓജ എന്നിവരാണ് ഒഴിവാകുന്നത്. ഇവർക്ക് പകരമായി എത്തേണ്ടവരെ സംബന്ധിച്ചും ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേരുകളാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്നത്. രാജ്യസഭാ അംഗമായ പി സന്തോഷ് കുമാറിന്റെയും അതുപോലെ തന്നെ കെ പ്രകാശ് ബാബുവിന്റെയും പേരുകളാണ് പരിഗണിക്കുന്നത്. ദേശീയ കൗൺസിലിലേക്ക് കേരളത്തിൽ നിന്ന് 12 പേരാണ് എത്തുന്നത്. നിലവിൽ 12 അംഗങ്ങളാണുള്ളത്. 12 അംഗങ്ങൾക്ക് പുറമെ ഒരു കാൻഡിഡേറ്റ് അംഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷനിലെ അംഗമെന്ന നിലയിൽ ഈ സത്യൻ മൊകേരിയും എത്തുന്നുണ്ട്. ഈ നില, അതായത് 12 എന്ന സംഖ്യ തുടരുന്നതായിരിക്കും. പക്ഷേ കാസർഗോഡ് നിന്നുള്ള മുൻ മന്ത്രി കൂടിയായ ഇ ചന്ദ്രശേഖരൻ ദേശീയ കൗൺസിലിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും. അദ്ദേഹത്തിന് പകരം 2-3 പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്ന പേരാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാസർഗോഡ് നിന്നുള്ള നേതാവാണ്. VS സുനിൽകുമാറിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. ഡി രാജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2019 അദ്ദേഹം CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ആദ്യം വരുന്നത്. അക്കാലത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സുധാകർ റെഡ്ഡി അനാരോഗ്യം കാരണം അദ്ദേഹം ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു ഡി രാജ ആദ്യമായി 2019 CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വരുന്നത്. 2022 വിജയവാഡയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിലും ഡി രാജയെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കുകയായിരുന്നു. ഫലത്തിൽ ഇത് 3-ാം ഊഴമാണ് രാജയെ
സംബന്ധിച്ചിടത്തോളം CPI-യുടെ ദേശീയ ജനറൽ ബാലു, ഒരു കാര്യം സെക്രട്ടറി ചോദിക്കട്ടെ. ഇപ്പോൾ കേരളം മാത്രമല്ല, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒട്ടുമിക്കതും ഡി രാജ തുടരരുത്, പ്രായപരിധി കർശനമാക്കി നടപ്പാക്കണം എന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ ഇവിടെ ഡി രാജയ്ക്ക് തുണയായത് ജാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ ഘടകങ്ങളുടെ ഉൾപ്പെടെയുള്ള പിന്തുണയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. അതാണോ ഡി രാജയ്ക്ക് ഇപ്പോൾ മൂന്നാം ഊഴത്തിലേക്ക് ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലേക്കുള്ള ഈ ഒരു വരവിന് കാരണമായത്? വളരെ വിശദമായി തന്നെ ദേശീയ നിർവാഹക സമിതിയിൽ ഈ വിഷയം ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയായിരുന്നു നടന്നിരുന്നത്. ഇതിൽ കർശനമായി തന്നെ ഈ പ്രായപരിധി നടപ്പാക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിൽ നിന്ന് ആദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നത്. തുടർന്ന് ഒഴിയേണ്ടവരുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനം ചർച്ച വന്നിരുന്നു. ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയേണ്ടവരുടെ പേരുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ശേഷമാണ്, അതായത് ഡി രാജ അദ്ദേഹം തുടരുന്നതിനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് ഈ കേരള ഘടകത്തിൽ നിന്ന് ഉൾപ്പെടെ ഒടുവിൽ അവരുടെ ഈ മുൻ നിലപാടിൽ നിന്ന് ചെറിയ ഈ അയവുകൾ അവർ വരുത്തിയിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാജയ്ക്ക് ഈ ഇളവ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജയുടെ രാജയ്ക്ക് പിൻഗാമിയായി കരുതപ്പെട്ടിരുന്ന അമർജീത് കൗറും എന്നാൽ തനിക്ക് ജനറൽ സെക്രട്ടറി ആകണം എന്നുള്ളൊരു നിലപാട് ശക്തമായി ഈ യോഗങ്ങളിൽ ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സമവായം എന്ന നിലയിൽ ഈ രാജയുടെ പേര് ഇവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാജയ്ക്ക് ഒരു അവസരം കൂടി, ഒരു ഊഴം കൂടി നൽകുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു നിബന്ധനയിൽ ഉള്ള ഇളവ് ഡി രാജയ്ക്ക് മാത്രം നൽകിയാൽ മതി എന്നും തീരുമാനമെടുത്തു. കാരണം മറ്റ് നേതാക്കൾക്ക് ആർക്കും തന്നെ എടുക്കേണ്ടതില്ല. കാരണം 2022 വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി പ്രകാരം 75 വയസ്സ് കഴിഞ്ഞവർ ഭാരവാഹിത്വത്തിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു. പക്ഷെ അത് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ, കാരണം നേരത്തെ ബീഹാറിലൊക്കെ ഈ